പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി. 2024 കൂടുതൽ മാറ്റങ്ങളായി പെൻഷൻ വിതരണം ആരംഭിക്കുന്നു. ജനുവരി മാസത്തിലെ 3200 ജനങ്ങളുടെ ബാങ്ക് 62 ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരാൻ പോകുന്നത്. മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും. വളരെയധികം സന്തോഷകരമായ വാർത്തയാണ്. ഇതിനു മുമ്പ് ക്രിസ്മസിനൊക്കെ വിതരണം ചെയ്യും എന്ന് പറഞ്ഞെങ്കിലും ക്രിസ്മസിന് 1 മാസത്തെ ഗഡു മാത്രമാണ് വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിച്ചുള്ളൂ. ഈ മാസത്തെ പെൻഷന് 2 ഗഡുകൾ കൂടി ചേർന്ന് 3200 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൈകളിൽ എത്തിച്ചേരാൻ പോകുന്നത്. മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും. കഴിഞ്ഞ മാർച്ച് 2024 മാർച്ച് മാസം തുടങ്ങി മുടങ്ങാതെ എല്ലാ മാസവും നമുക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നതാണ്. അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടാൻ ഒരുങ്ങുന്നു. ഈ ഒരു മാസത്തിൽ 17-ാം തീയതി 2026-2025 വർഷത്തിലെ ആദ്യ ബജറ്റാണ് നടത്താൻ പോകുന്നത്. ആ ബജറ്റിൽ സുപ്രധാന നീക്കം ഉണ്ടാവും. പെൻഷൻ കൂട്ടുന്ന പറ്റി പുതിയ പെൻഷൻ പട്ടികയായിരിക്കും. അതെല്ലാം ഒട്ടേറെ നടപടികൾ സ്വീകരിക്കാൻ പോവാണ്. ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യത. മറ്റുള്ളവരുടെ കാര്യം വാർഷികകാല പെൻഷൻ, വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ ഇവരുടെ കാര്യമൊക്കെ വികലാംഗ പെൻഷൻ കൂട്ടാൻ പോകുന്നു എന്നാണ് അവസാനം വരുന്ന വാർത്ത. നമുക്കറിയാം, നമ്മളെ കുറേ മാസങ്ങളായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിയ കാര്യമൊക്കെ സർക്കാരിന് ഒത്തിരി തിരിച്ചടികൾ ലോക്സഭ തെരഞ്ഞെടുപ്പിലും നിയമസഭ തെരഞ്ഞെടുപ്പിലും ഒക്കെ തിരിച്ചടികൾ നേരിട്ടു. അതുകൊണ്ട് തന്നെ 4 മാസത്തെ പെൻഷൻ ഘട്ടം ഘട്ടമായിട്ട് വിതരണം ചെയ്യാൻ തന്നെയാണ് 2025 രണ്ടാം പിണറായി സർക്കാരിൻ്റെ നീക്കം. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഒരു വാഗ്ദാനമാണ് ക്ഷേമ പെൻഷൻ 2500 എത്തിക്കുമെന്ന്. 2500 എത്തിച്ചിരിക്കും വരുന്നു. ബജറ്റിൽ ഒരു 100, 200, 300 രൂപ ക്ഷേമ പെൻഷൻ അധികം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 1600 രൂപ ലഭിക്കുന്ന സമയത്ത് ഇനി മുതൽ 1900, 2000 ഒക്കെ പെൻഷൻ എത്തിക്കാം. അപ്പോൾ എല്ലാവരിലേക്കും ഈ അറിവുകൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനലിന് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി എനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ.